ഹലോ, ഒരു 2-3 ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം ഞാൻ ഇന്ന് തമിഴ്നാട്ടിൽ നിന്ന് എൻ്റെ ചിമ്പനെയും തുമ്പനെയൊക്കെ വീട്ടിൽ കൊണ്ടുപോവാണ് കേട്ടോ. ഈ ഒരൊറ്റ കാര്യത്തിലാണ് എനിക്ക് ഇവരോട് ഭയങ്കര ഇഷ്ടം. ഈ തമിഴ്നാട്ടിലെ ആൾക്കാർക്ക് പെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞാനാണ് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് കൊണ്ടുവരുമ്പം കേരളത്തിലെ മലയാളികളൊക്കെ ഈ ട്രെയിനിൽ പെറ്റ്സിനെ ഇതിനെ അലോ ചെയ്യുമോ, ഇതിനെ എന്തിനെ ഇങ്ങനെ കയറ്റുന്നു, AC കമ്പാർട്ട്മെൻറ്റിലേക്ക് ഇതിനെ കയറ്റുമോ, ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് മലയാളീസിൻ്റെ ഭാഗത്തുനിന്ന്. പക്ഷേ ഇതേ കണ്ടില്ലേ, ആ ഒരു കമ്പാർട്ട്മെൻറ്റ് ഫുള്ള് ഇവന്മാരെ എടുത്ത് വെച്ച് കൊഞ്ചിക്കലും. എനിക്ക് പേടിയുണ്ടായിരുന്നു രോമമൊക്കെ വീഴുമ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടാവില്ലേ എന്ന് ഓർത്തിട്ട്. പക്ഷേ അവരവരുടെ പെറ്റ്സിനെ കാണിക്കുകയും ഭയങ്കര അടിപൊളിയായിരുന്നു ആ ഒരു യാത്ര. ഇത് ഈ കുട്ടിയുടെ പട്ടിക്കുട്ടിയാണ് കേട്ടോ. പിന്നെ ഇവരെ കണ്ടില്ലേ, വർഷങ്ങളായിട്ട് കല്യാണം കഴിഞ്ഞതാണ്, പക്ഷേ ഇപ്പോഴും ഹണിമൂൺ പോലെയാണ്. അങ്ങനെ നമ്മൾ ഇറങ്ങേണ്ട സ്റ്റേഷനിൽ ഇറങ്ങി അടുത്ത ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. എൻ്റെ ചിമ്പനെ എനിക്ക് മിസ്സാവുന്നതിൻ്റെ സങ്കടം ഉണ്ടായിരുന്നു ഉള്ളിൽ. എനിക്കവിടെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് രണ്ടുപേരെയും കൂടി. പെട്ടെന്ന് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകണമെങ്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ പിന്നെ എനിക്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കണ്ടൻറ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബീച്ചിലൊക്കെ വന്നു. അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. മറൈൻ അക്വാ വേൾഡിൻ്റെ ഒരു പ്രോജക്റ്റ് ആയിരുന്നു, ഒരു വർക്കായിരുന്നു അത്. അവിടെ യന്ത്രമനുഷ്യനൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പണ്ട് എൻ്റെ അച്ഛൻ എനിക്ക് യന്ത്രമനുഷ്യനെ മേടിച്ചു തന്നിട്ടുണ്ട്, ചെറിയ യന്ത്രമനുഷ്യനെ. അപ്പോൾ ഇതിനെ കണ്ടപ്പോൾ എനിക്ക് അതൊക്കെ ഓർമ്മ വന്നു കേട്ടോ. ഇനി പട്ടിക്കുട്ടികളൊക്കെ ഉണ്ട്, 4 പട്ടിക്കുട്ടികളുണ്ട്. കണ്ട് തലകുത്തി മറിയും. നല്ല രസമായിരുന്നു കേട്ടോ. അവിടെ വർക്കിന് പോയെങ്കിലും ഞാനവിടെ എൻജോയ് ചെയ്തു. ഇപ്പോഴും അവിടെ ഷോ നടക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. കൊല്ലത്ത് ഇപ്പോഴും ഷോ നടക്കുന്നുണ്ട് കേട്ടോ. കൊല്ലം ആശ്രമത്താണ് കേട്ടോ. നല്ല എൻജോയബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും മറൈൻ അക്വാ വേൾഡിൽ പോയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ഇട്ടേക്കണേ. ഈ പുറകെ കാണുന്നത് കടലമ്മയുടെ കൊട്ടാരമാണ് കേട്ടോ. കടലമ്മയുടെ കൊട്ടാരം, പിന്നെ മത്സ്യകന്യക. പിന്നെ ഇതുപോലെ വെള്ളത്തിൽ കിടക്കുന്ന ഇവർക്ക് 1 മണിക്കൂർ കിടക്കുന്നതിന് എന്തോ നല്ല പൈസയാണ് കേട്ടോ. ഞാൻ അവിടെ അതിൻ്റെ വേജസ് ഒക്കെ ചോദിച്ചിട്ടാണ് വന്നത്. പിന്നെ തിരിച്ച് തമിഴ്നാട്ടിൽ വന്നു. ബീച്ചിലൊക്കെ പോയി കുറേ കരിവാളിച്ചു. അപ്പോൾ മുഖത്തൊരു ഫേസ് പാക്ക് ഒക്കെ ഇട്ടു. ഇന്നിന് നമ്മൾ എവിടെ പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൈനിയുടെ വീട്ടിൽ പോവുക. വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. ഷൈനിയുടെ വീട്ടിൽ പോവുക. ഷൈനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. യെസ്, എൻ്റെ പ്രൊഫഷണൽ ക്യാമറാമാൻ ആണ് എൻ്റെ ചാനലിൻ്റെ. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാവേ. ഞാൻ ഏത് ഭാഗത്ത് നിന്നാലും പുള്ളി എൻ്റെ എന്തെങ്കിലും ഒരു പൊടി കണ്ടു കഴിഞ്ഞാൽ അവിടുന്ന് ഓടി വരും കേട്ടോ. എന്തെങ്കിലുമൊക്കെ യൂട്യൂബിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയൊക്കെ സംശയങ്ങൾ ചോദിച്ചുകൊണ്ട്. പുള്ളി ഭയങ്കര ഡാൻസ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ് ആൾ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, മേസ്ത്രിയാണ് മേസ്ത്രി. അതായത് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ്. റെയിൽവേയിലെ ഒരു വലിയ ആളാണ് കേട്ടോ ഈ ഡാൻസ് കളിക്കുന്നത്. ആൾ അത്യാവശ്യം നന്നായി ഡാൻസ് കളിക്കുക, അഭിനയിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. യൂട്യൂബിനകത്ത് കുറേ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തിട്ടുണ്ട് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ആക്ടിങ് ഒക്കെ. ഞാനും പുള്ളിയൊക്കെ ഒരേ വൈബിൽ പോകുന്ന ആൾക്കാരാണ് കേട്ടോ. ഏതോ ഒരു അവസരത്തിൽ നമ്മളൊക്കെ വന്ന് ഇവിടെ മാട്ടിയതാണ് ഗൈസ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളി. ഞാൻ കണ്ടു കഴിഞ്ഞാൽ വീഡിയോ ഒക്കെ എടുത്ത് ഓടിക്കുകയൊക്കെ ചെയ്യാൻ. കേരളാന്ന് ഞാൻ ID കൊടുക്കാം. ഫോളോ പണ്ണും ഗെയിംസും എല്ലാം. ഇൻസ്റ്റാഗ്രാം താനേ, യൂട്യൂബിലാ ID പറ. ഇതാണ് നമ്മുടെ മേസ്ത്രിയുടെ ID. അപ്പോൾ നിങ്ങൾ എല്ലാവരും ബാലകൃഷ്ണൻ മയിലാടുതുര എന്ന അക്കൗണ്ട് ഫോളോ ചെയ്യണേ. ഇത്രയുള്ള വീഡിയോ. ഞാൻ നോക്കണ്ട.